ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത് എന്താണെന്ന് വെച്ചെങ്കിൽ കൂർഗിൽ നിന്ന് ആലപ്പുഴ വരെ എത്തണമെങ്കിൽ ഭയങ്കര പാടാണ്. മെയിനായിട്ട് ഒരു ഡയറക്റ്റായിട്ട് ഒരു ട്രെയിനോ അതുപോലെ തന്നെ ഒരു ബസ്സോ ഒന്നുമില്ല. നമുക്കിപ്പം കൂർഗിൽ നിന്ന് ആലപ്പുഴ വരണമെങ്കിൽ ഒന്നാമത് നമ്മൾ കാഞ്ഞങ്ങാട് വരെ ബസ്സിൽ വരണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ എടുത്ത് വരണം. അങ്ങനെ കുറേ പാടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് അങ്ങനെ വരാനൊന്നും പറ്റില്ല. കുറേ ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മെയിനായിട്ട് അവരിങ്ങോട്ട് വരാത്തത്. പിന്നെ കൂടുതലും ഞാനങ്ങോട്ട് പോയിട്ടാണ് ഇവരെ കാണാറ്. പിന്നെ ഇപ്രാവശ്യം ഒരു ദിവസം ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്ത്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം. ഉപ്പൊക്കെ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടല്ലോ എന്ന്. പൊതുവേ ഞാൻ എത്ര പ്രാവശ്യം പറയും ഉപ്പ ഒന്ന് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ വരത്തേയില്ല. പിന്നെ അങ്ങനെ വന്നാലേ ഇവിടെ കുറേ ദിവസം നിൽക്കത്തില്ല, 1-2 ദിവസം അങ്ങനെ നിന്നിട്ട് പിന്നെ ഉപ്പ പോകാറുണ്ട് തിരിച്ച്. മെയിനായിട്ട് ഉപ്പാക്ക് കേരളം അത്ര ഒരു കംഫർട്ടബിൾ അല്ല. ഒന്നാമത് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഉപ്പ കുറവാണ് കേരളത്തിൽ നിൽക്കൽ. ഉപ്പാക്ക് മെയിനായിട്ട് കർണാടകയാണ് നിൽക്കാനിഷ്ടം. മെയിനായിട്ട് കൂർഗിൽ അവിടെ എപ്പോഴും തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അവിടെ നിൽക്കണതിന് ഉപ്പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരുമായിട്ട് ഇത് ഷിക്കാരയിൽ പോയി. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും തോന്നുന്നു ഷിക്കാരയിൽ പോകുന്നത്. പിന്നെ കൂർഗിൽ ബീച്ചോ പിന്നെ ഇതുപോലത്തെ കായലോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂർഗിൽ നമ്മൾ അതുപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മെയിനായിട്ട് ബീച്ചും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ബീച്ചിൻ്റെ എക്സ്പീരിയൻസും ഭയങ്കര കുറവാണ്. ഉപ്പ എല്ലാവരും ഉപ്പാൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകൾ അതൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ അവർ സംസാരിക്കുന്ന കുറേ ഒന്നും സീസോന് മനസ്സിലാവുന്നില്ല. എന്താ വെച്ചെങ്കിൽ നമ്മളങ്ങോട്ടിലത്തെ ഭാഷ ഫുള്ള് വേറെയാണ്. ഇത് മൊത്തത്തിൽ വേറൊരു മലയാളം. നമ്മളിപ്പം അങ്ങോട്ട് മലബാർ സൈഡിലാണ് സംസാരിക്കുന്ന അതിൽ കുറച്ചായിട്ടുള്ള അങ്ങനത്തെ ഒരു മലയാളം. പിന്നെന്താ വെച്ചെങ്കിൽ എൻ്റെ അനിയൻ്റെ വൈഫുണ്ട്, അവർ സംസാരിക്കുന്ന ഫുള്ള് വേറെ. ഇത് മനസ്സിലാവത്തില്ല, എനിക്ക് തന്നെ ചില സമയത്തൊന്നും മനസ്സിലാവത്തില്ല. എന്താ വെച്ചെങ്കിൽ കന്നഡയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മലയാളമാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ ഈകളിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ 30 രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ കുറച്ച് മുമ്പോട്ട് നമ്മൾ ചായ കുടിക്കേണ്ട ഹോട്ടലെത്തിയപ്പോൾ അവർ പറഞ്ഞു അവരത് തന്നെ സ്വന്തമായിട്ടുള്ള ഇങ്ങനെ ഈകളുണ്ട്, അപ്പോൾ അതിനെ കയ്യിൽ വെച്ചെടുക്കണമെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും അവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അതിനെ കയ്യിലൊക്കെ വെച്ചിട്ട് അത് പിന്നെ പെട്ടെന്ന് എൻ്റെ തലയിലൊക്കെ കയറി. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി അവിടുന്ന് ചായയും പിന്നെ കടിയും എന്തൊക്കെ കഴിച്ചിട്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ ബീച്ചിലോട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇവർക്ക് അങ്ങനെ ബീച്ചിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളങ്ങോട്ടില്ലാത്തത് കൊണ്ട് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഷിക്കാര റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബീച്ചിലോട്ട് പോയി. അപ്പോൾ തന്നെ ഇത് രാത്രിയാവാറായിരുന്നു. ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത്രയും ദൂരത്ത് കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ഇത് വിചാരിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ വെച്ചെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇപ്പം കാറിൽ പോയെങ്കിൽ തന്നെ എനിക്ക് 16 മണിക്കൂറൊക്കെ എന്തായാലും ട്രാവൽ ചെയ്യണം. നമ്മളിപ്പം ഒറ്റ സ്ട്രെച്ചിൽ പോകത്തില്ലല്ലോ, നിർത്തിയൊക്കെ പോകുമല്ലോ. അപ്പോൾ അത്രയൊക്കെ മണിക്കൂർ നമുക്ക് എടുക്കും. പിന്നെ ഇപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് കയറണം, ട്രെയിൻ കയറണം, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. അപ്പോൾ ദൂരത്തോട്ട് കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് കഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പോയി വരലൊക്കെ. പിന്നെ ലീവൊക്കെ കിട്ടുമ്പോൾ മിക്കവാറും നമ്മൾ പോകാറുണ്ട്, ഇല്ലെങ്കിൽ ലീവ് എടുത്തിട്ടെങ്കിലും പോകാറുണ്ട്. എന്ത് വെച്ചെങ്കിൽ നമുക്ക് പിന്നെയും പോകാൻ പറ്റും. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണ് കുറേ ബുദ്ധിമുട്ട്. ബസ്, ട്രെയിന് അങ്ങനെയൊക്കെ കയറി വരുന്നതുകൊണ്ട് കുറച്ച് ഭയങ്കര പാടാണ്. പിന്നെ പറയുന്ന പോലെയല്ല, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും രാവിലെ ഇറങ്ങണം, എന്നാലും നമുക്ക് ട്രെയിനെങ്കിലും കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതാണ് ഇത്രയും ദൂരമൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.